അതെ. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 34 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്ററെ. യോഹന്നാൻ 19:34. എങ്കിലും പടയാളിയിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ പിലാപ്പുറത്ത് കുത്തുകയും ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ട്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിന്റെ ക്രൂശീകരണ സമയത്താണ് ഹാലേലൂയ സംഭവിക്കുന്നത്. ആ പടയാളി ഒരുവൻ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പം ഹാലേലൂയ ഇവിടെ നമ്മൾ എടുക്കുന്ന വാക്ക് ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പൊ ആ രക്തവും വെള്ളവും എന്താണെന്ന് പറയാം. ഹാലേലൂയ. അപ്പൊ എഫേസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 7 വാക്യം വായിക്കാവാ. എഫേസ്യർ 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ രക്തത്തെ എന്തിനെ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ രക്തത്താൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് വെച്ചാൽ പാപക്ഷമ. അല്ലേ? യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അല്ലെ? മറ്റൊരു പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം അല്ലെ ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടെന്ന് പറഞ്ഞേക്കുന്നത്. അല്ലെ? അപ്പൊ ആ രക്തം എന്തിനെ കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപമോചനം അല്ലെങ്കിൽ പാപക്ഷമയെ കാണിക്കുമ്പോൾ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിൽ 38-39 വാക്യങ്ങൾ പറയുന്നത് ഹല്ലേലൂയ. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. അടുക്കത്തെ 37 എന്നെ വിശ്വസിക്കുള്ള തിരുവഴുത്ത് പറയുന്ന ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർ ലഭിക്കാൻ ആത്മാവിനെ കുറിച്ചാണ്. അപ്പം വെള്ളത്തെ കുറിച്ച് ജീവജലത്തിന്റെ നദി ഹല്ലേലൂയ ജലത്തെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അല്ല, അത് ദൈവസ്നേഹമാണ്. ആത്മാവ് എപ്പോഴും സ്നേഹമാണ്. അപ്പം ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും. ഇപ്പൊ രക്തം പാപമോചനത്തെ പാപക്ഷമയെ കാണിക്കുന്നെങ്കിൽ വെള്ളം ദൈവസ്നേഹത്തെ അവിടെ പ്രതിനിധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവസ്നേഹമാണ്. അപ്പൊ അതുപോലെ ദൈവസ്നേഹമാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അപ്പൊ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നേരം നമ്മളിലൊക്കെ ഇപ്പം യേശു കർത്താവിനെ കുത്തിയ ഉടനെ പിലാപ്പുറത്തേക്ക് ഒരു പടയാളി വന്ന് കുന്തം വെച്ചൊരു കുത്തി ഉടനെ അവിടെ രക്തവും വെള്ളവും ഒഴുകി. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരാൾ നമ്മളെ കുത്തിയ നിന്നോട്ടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ വേദനിപ്പിച്ച് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചപ്പോൾ നമ്മളിൽ നിന്ന് അവരോടുള്ള ക്ഷമ അവരുടെ സ്നേഹം എപ്പോ ഉണ്ടാകണം വെച്ചാൽ ഉടനെ ഉണ്ടാകണം. നമ്മളങ്ങനെയല്ല. അത് കേട്ട് ചിലപ്പോ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിൽ പിടിച്ച് നമ്മൾ പോയിരുന്ന് അപ്പൊ പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ക്ഷമയൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ വന്ന് ക്ഷമ ചോദിക്കും. ഇതൊക്കെ ചെയ്യും. പക്ഷേ ദൈവ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിലാണ് നമ്മളെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ഒന്ന് വാക്കുകൊണ്ട് കുത്തിയാൽ നമ്മളെ ഒന്ന് മുറിവേൽപ്പിച്ചാൽ ഹല്ലേലൂയ കുറെ കഴിഞ്ഞിട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ മാസങ്ങൾ കഴിഞ്ഞിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ അല്ല നമുക്ക് ക്ഷമിക്കാൻ കഴിയേണ്ടുന്നത്. ആ കൊത്തുകൊള്ളുന്ന ഉടനെ തന്നെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഈ വാക്ക് എന്നെ വല്ലാണ്ട് തൊട്ടു. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ പോകുമ്പോൾ തന്നെ പോകുന്നുണ്ടേ ഒരു വഴക്കുണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. വണ്ടി കൊണ്ട് ക്രോസ് വെച്ച് അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇത് എന്നെ കുത്താൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്കൊക്കെ പരാജയം പറ്റും. ഇന്നലെ നമ്മൾ വചനത്തെക്കുറിച്ച് യോശുവയോട് ദൈവം പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ. ഇന്ന് സാറാമസ്റ്റർ പറഞ്ഞപ്പോൾ അധ്വാനിക്കുന്ന ഭാരം എന്റെ അടുക്കിലേക്ക് വരുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് ചേർന്ന് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം കർത്താവ് ആശ്ചര്യമായിട്ട് നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ എന്നും ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം എങ്ങനെയാണ് അങ്ങനെയാണ് അത് തെറ്റാണ് ഇത് ശരിയാണ് എന്ന് പഠിപ്പിക്കുന്നത് ദൈവിക വചനമാണെങ്കിൽ അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് തന്നെ നടക്കണം. നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ പോലും അപ്പൊ നമ്മളിലെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ഗോസിപ്പ് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ നമ്മളെ അപമാനിക്കുമ്പോൾ നിന്ദകളും പരിഹാസങ്ങളൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ എപ്പോൾ നമ്മൾ അവരോട് ക്ഷമിക്കണമെന്ന് വെച്ചാൽ കേൾക്കുന്ന നിമിഷം തന്നെ
നമ്മൾ ക്ഷമിക്കണം അവരോട്. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ അവരോട് എപ്പോ നമുക്ക് അവരെ സ്നേഹിക്കും, നമ്മൾ കുറെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹല്ലേലൂയ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരോടും ക്ഷമിച്ചോ, നമ്മൾ ക്ഷമിച്ച് സിസ്റ്റർ, എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല, ദേഷ്യമൊന്നുമില്ല. പക്ഷെ അവരുടെ പേര് കേൾക്കുമ്പോൾ, അവരെ കാണുമ്പോൾ അറിയാണ് നമ്മുടെ മുഖത്തിന് ഒരു വ്യത്യാസം, ഒരു വ്യത്യാസം. എന്താന്ന് വെച്ചാൽ നമ്മൾ വായ കൊണ്ട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് അവരോട് ക്ഷമിച്ചു എന്ന് ആഗ്രഹമുണ്ട്, ക്ഷമിച്ചു. പക്ഷേ എവിടെയോ, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ അവർ പറഞ്ഞ വാക്കുകൾ എന്തോ ഒന്ന് മുറിവായി കിടക്കുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാം. നമ്മൾ ദിവസം നിന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, ചിലപ്പോൾ നമ്മൾ പേരെഴുതി വെച്ച് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ക്ഷമിച്ചു. നമുക്ക് ഭയങ്കര 100% ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അവരോട് ക്ഷമിക്കണം എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും എവിടെയോ ഒന്ന് ഹല്ലേലൂയ നമ്മുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ ആ പേര് വരുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ ഉള്ളിൽ നിറയാണ്ട് നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് പൊങ്ങി വരുന്നെങ്കിൽ നമുക്ക് എവിടെയോ അത് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാ. വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഹൃദയത്തിൽ അവരോട് ഇപ്പോഴും എന്തോ ഒന്ന് വെച്ചോണ്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചന കർത്താവ് യേശു ക്രിസ്തു വായ കൊണ്ട് ക്ഷമിച്ച് പറഞ്ഞു, എന്താ ദൈവമേ ഇവരെ അറിയാണ്ട് ചെയ്യുന്നവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് അവിടെ ക്രൂശിച്ചവരൊക്കെ നോക്കിയിട്ട് കർത്താവ് യേശു ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മളും ഇത് പറയാറുണ്ട് വായ. പക്ഷെ ഹൃദയത്തിന്റെ വിലാപ്പുറത്തിട്ട് കുത്തിയപ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് ഉടനെ തന്നെ രക്തവും വെള്ളം ഒഴിക്കണം പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ സ്ഥലത്ത് ഹല്ലേലൂയ അവസാനത്തുള്ള രക്തമാണത്. ഹല്ലേലൂയ. അവസാനത്തെ രക്തമാണ് വരുന്നത്. ആ അവസാന രക്തത്തിൽ ഹല്ലേലൂയ പാപമോചനം എന്ന നമ്മുടെ ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിനെ അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയാണ്. അപ്പൊ നമ്മുടെ പാപത്തെ ചിലപ്പോൾ ആ രക്തം വന്നില്ലെങ്കിൽ, ആ അവസാനം ആ കുത്തി മുറിവേറ്റ് രക്തം കൂടെ വന്നില്ല, ചിലപ്പോൾ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പിൽ നമ്മൾ അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത് നമ്മള് വിലയ്ക്ക് വാങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ കുത്തിയപ്പോഴാണ് അവസാനത്തുള്ള എന്ന് വെച്ചാൽ രക്തം വന്നിട്ട് പിന്നെ വെള്ളം വന്നാൽ ഇനി രക്തമില്ലെന്നാണ് ബോഡിയിൽ. ഹല്ലേലൂയ. അപ്പം ആ രക്തം എന്തിനെ കാണിക്കും? ജീവനെ കാണിക്കും നമ്മൾ എപ്പോഴും പറയും. ഹല്ലേലൂയ. ആ രക്തം എന്ന് വെച്ചാൽ തന്റെ ജീവൻ, അവസാന തുടുപ്പ്, ജീവന്റെ തുടുപ്പാണ് ആ രക്തമെങ്കിൽ ഹല്ലേലൂയ അതും കൂടെ കൊടുത്തിട്ടാണ് നമ്മളെ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ഹല്ലേലൂയ ആ പാപക്ഷമ നമ്മുടെ ജീവിതത്തിൽ വന്ന പോലെ ആ കുത്തിവെങ്കിലേക്ക് ഹല്ലേലൂയ കുത്തിയവന്മാര് അവരെ നിന്നപ്പോലെ പോലും ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു ഒരാളെ പോലും ഒരാളോട് പോലും വിരോധം വെച്ചുകൊണ്ടല്ല കർത്താവ് യേശുക്രിസ്തു മരിച്ചത്. കാരണം ന്യായപ്രമാണത്തിന്റെ ഹല്ലേലൂയ ന്യായപ്രമാണം മുഴുവനായി നിവർത്തിച്ച ഹല്ലേലൂയ അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. കാരണം ന്യായപ്രമാണത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യായപ്രമാണം മൂലം നമ്മൾ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കും, മറ്റെന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ന്യായപ്രമാണം ഒന്നിൽ തെറ്റിയ സ്ഥലത്തിലും തെറ്റിയെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനായി പിറന്ന ആർക്കും ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ മുഴുവനായിട്ട് നിവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് അവർക്കൊരു പൂർണ്ണ വിടുതൽ ഒരിടത്തും ഒരു പാപമോചനം ഉണ്ടായിരുന്നില്ല. പാപത്തെ തൽക്കാലത്തേക്ക് മറയ്ക്കാൻ മാത്രമേ സാധിച്ചിരുന്നു. അപ്പൊ കർത്താവ് യേശുക്രിസ്തു ന്യായപ്രമാണം മുഴുവൻ, അപ്പൊ ന്യായപ്രമാണം നിവർത്തിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തെ എഴുതിക്കുന്നത് ആരോടെങ്കിലും വിരോധം വെച്ചിട്ടോ ഹല്ലേലൂയ ആമി സ്വന്തമായിട്ട് ഹല്ലേലൂയ സമർപ്പിച്ചു കൊടുക്കാതെ അല്ല ഈ യാഗവസ്തുവായി മാറിയത്. അപ്പൊ കർത്താവ് ഹല്ലേലൂയ അവിടെ കാണിച്ചത് അതാണ് പറഞ്ഞത്, പാപമോചനം പാപക്ഷമ മാത്രമല്ല, സ്നേഹം, ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ വെള്ളമായിട്ട് ഒഴി വന്നത് ദൈവസ്നേഹം അവിടെ ഉണ്ട്. ആ സ്നേഹത്താലാണ് കർത്താവ് അത് ചെയ്തത്, നമ്മളുള്ള സ്നേഹത്തെ. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. ദൈവസ്നേഹം നമ്മൾ ഇപ്പൊ ദൈവം നേരത്തെ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു ഹല്ലേലൂയ നമ്മളെ എങ്ങനെയാകാനാ ദൈവം ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാ. അല്ലേ? നമ്മൾ പലപ്പോഴും പറയും പെന്തക്കോസ്തുകാരാന്ന് പറയുന്നു, പ്രാർത്ഥനക്കാരാന്ന് പറയുന്നു, പക്ഷേ വായിന്ന് വരുന്നത് കേട്ട് കഴിഞ്ഞാൽ ഓടും നമ്മൾ. ഹല്ലേലൂയ. അന്യഭാഷ പറയുന്ന നാവ് കൊണ്ട് തന്നെ അന്യായ ഭാഷയും വിളിച്ച് പറയുന്ന ഹല്ലേലൂയ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആയിട്ട് ദൈവനാമം ദുഷിക്കാൻ അല്ല ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ അപ്പൊ കാരണം വെച്ചാൽ എനിക്കാണെങ്കിൽ അതിപ്പോ നമ്മൾ പെന്തക്കോസ്ത് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ തെറി പറയുന്നതും തെറി കേൾക്കുന്നതും കണ്ട് എനിക്ക് ശരീരമെല്ലാം കയറി പെരുക്കാൻ തുടങ്ങും. പക്ഷേ നമ്മളൊക്കെ ഇവിടെ നാട്ടിലൊക്കെ വന്നു നിന്നാൽ ഈ സാഹചര്യത്തിലൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ മിക്കവാറും ഇത് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ അതിനോടൊക്കെ ഹല്ലേലൂയ എന്താ പറയാ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വായിന്ന് ഒരിക്കൽ പോലും അത് വന്നിട്ടില്ല. കാരണം ഒരിക്കലെങ്കിലും വന്നാൽ എന്ത് പറയുന്നറിയാ, പണ്ട് പറഞ്ഞ പ്രശ്നമില്ല, പക്ഷെ പണ്ടും പറയില്ല. ഇപ്പൊ പറഞ്ഞാലും എന്ത് പറയുന്നറിയാ,
പ്രാർത്ഥിക്കുന്നത്, പക്ഷെ വായന്ന് വരുന്നത് എന്താന്ന് നോക്കിയേ, പറയത്തില്ലേ. പക്ഷെ നമ്മുടെ ചുറ്റുപാടും അങ്ങനെ ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. കാരണം മറ്റുള്ള ആൾക്കാർ പെന്തക്കോസ്തുള്ളവര് കല്ല് കുഴിച്ചോ സെക്യൂരിറ്റി വലിച്ചോ തെറി പറഞ്ഞോ വഴക്കുണ്ടാക്കിയൊക്കെ നടക്കുന്ന കാണുമ്പം എൻ്റെ ഉള്ളം ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഈ പ്രവൃത്തി കാരണം അവരുടെ ജീവിതത്തെ അല്ല, ദൈവത്തിന്റെ നാമം കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത് അതിനെ എന്താ പുറംകാല് കൊണ്ട് തൊഴിച്ചു കളയുന്നതിനെക്കാട്ടി വീണ്ടും വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്നവരായി മാറുന്നത് പോലെ ചെയ്യുന്നു. കാരണം ഇത് കേൾക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്ന മനോഭാവം എന്താന്ന് വെച്ചാ, എന്താ പറയാ, പെന്തക്കോസ്തുകാരല്ലേ ഇങ്ങനെയാണ്, ഇങ്ങനെ അല്ലേ എന്നൊരു തോന്നൽ. പക്ഷേ ഞാൻ പറയാം, കുറച്ച് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കൂട്ടത്തില് ഇന്ന് ഞാൻ കണ്ടേക്കുന്ന ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് കുറെ ഈ പള്ളിയിലച്ചന്മാരൊക്കെ ആയിട്ട് സംസാരിക്കാനിടയായി ഈ അടുത്ത സമയത്തൊക്കെ. പക്ഷെ അവിടെ എല്ലാം മനസ്സിൽ പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ വിവരമുള്ള അച്ഛന്മാരെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, വിവരമില്ലാത്ത വിവരം കേട്ട അച്ഛന്മാരുടെ കാര്യമല്ലോ പറഞ്ഞത്. വിവരമുള്ള പള്ളിയിലെ അച്ഛന്മാരെന്ന് പറയുന്നവർക്കൊക്കെ പെന്തക്കോസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിശ്വാസിയാണ് എന്ന്, ബോണഗെയിനാണെന്ന് ധൈര്യത്തോടെ അവരോട് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു നമ്മളോടുള്ള ഒരു എന്താ പറയുക, ഒരു റെസ്പെക്ട് ഞാൻ കണ്ടു. ഹല്ലേലൂയ. പലരുടെയും ആ സംസാരത്തിൽ നമ്മളോടുള്ള ആ ഒരു ഇടപെടലിൽ ഭയങ്കര റെസ്പെക്ട് ഞാൻ കണ്ടു. കാരണം വെച്ചാൽ അവർക്കൊക്കെ ഒരു സത്യം അറിയാം, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനെ അനുസരിക്കുന്നവരും ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതും പെന്തക്കോസ്തുകാരാണ്. അവർക്കത് പബ്ലിക്കലി പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ മറ്റൊരിടത്ത് ഒരു ആളെ ഞാൻ കണ്ടപ്പോൾ പുള്ളി ഭയങ്കര ഡയലോഗ്. ഞാൻ പറഞ്ഞ് പുള്ളിയെക്കാട്ടിയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരാള് ഞാൻ കണ്ട ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേന് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു തോന്നിയത്. ഹാലേലിയ. പെന്തക്കോസ്ത് എന്ന് കേട്ടപ്പോഴത്തേന് ഹാലേലിയ, അല്ലെങ്കിൽ ബോൺ അഗെയിൻ എന്ന് കേട്ടപ്പോൾ ഹാലേലിയ. അത്ര റെസ്പെക്റ്റോടെ എന്നോട് സംസാരിക്കും. കാരണം നമുക്ക് നമ്മുടെ മേൽ കിടക്കുന്ന ഒരു വാക്തത്വമുണ്ട്, അച്ഛന്മാരോട് സുവിശേഷം പറയുന്നത്. ഹാലേലൂയ. അപ്പം ഇതൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഹാലേലിയ, നമ്മൾ ഏത് വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇടവകയിൽ ആണ് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ, ഞാനൊരു ഇടവകയിൽ അംഗത്വമല്ല, ഞാൻ സ്വർഗത്തിലെ പൗരത്വത്തിലാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാനായിട്ട് നമുക്കൊരു ധൈര്യം വേണം. വേണ്ടേ സിസ്റ്റർ? സാറാമ്മ സിസ്റ്റർ വീട്ടിലേക്ക് പള്ളിയിൽ അച്ഛൻ, നിങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വന്നു കഴിഞ്ഞാല് സാറാമ്മ സിസ്റ്റർ എന്ത് പറയും? ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, കാരണം ഞാൻ വേറേതാ പറയത്തില്ലേ? പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയാ? ഇന്നലെ നമ്മൾ പറഞ്ഞ ജോഷുവോട് പറഞ്ഞാലും നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നമുക്ക് ഉറപ്പും ധൈര്യം ഉണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വലിയതാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇത് ആരുടെ മുമ്പിലും പറയുമ്പം ഒന്നും കൂടെ ഈ പറച്ചിൽ മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ അത് ഉണ്ടാകണം. ഇത് പറഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ അവരെ കാണുമ്പോൾ വണങ്ങി നിൽക്കുന്നവർ ആകരുത്. ഹല്ലേലൂയ. അവർ പറയുന്ന കാര്യങ്ങളിൽ കേട്ടിട്ട് ഇത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയാനുള്ള, ഇത് ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം കൂടെ കാണിക്കണം. ഹല്ലേലൂയ. ഇവിടെയൊക്കെയാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നതിന്റെ അഭിമാനം ക്രിസ്തുവിനെ ഉയർത്തുവാനായിട്ടാണ്. എവിടെ ഒരു അവസരം കിട്ടിയാലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാനാണ് നമ്മളുള്ളത്. അതേപോലെ തന്നെയാണ് ഹല്ലേലൂയ അവരെ നമ്മളോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വെറുപ്പായിട്ട്, കയ്പായിട്ട്, പകയായിട്ട്, വിദ്വേഷമായിട്ടോ അല്ല നമ്മുടെ ഉള്ളിൽ ഇരിക്കേണ്ട. ഇന്നും നമ്മൾ കാണുന്നുണ്ട് അനേകർ ക്രിസ്തുവിന് വേണ്ടി അടികൊണ്ട് ശരീരമെല്ലാം പൊട്ടി ഒഴുകുമ്പോഴും അവര് ഒന്നും പറയാതെ സന്തോഷത്തോട് അവര് പ്രാർത്ഥിച്ച് ഒക്കെ അവിടെ നിന്ന് പോരുന്ന നോക്കണം. പക്ഷെ അല്ലാതെ ഇന്ന് അത് എതിർത്ത് നിൽക്കുന്നവരെയും നമ്മൾ കാണാറുണ്ട്, കേസിന് പോകുന്നവരെയും കാണാറുണ്ട്, വഴക്കിന് പോകുന്നവരെയും കാണാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അല്ല, അവിടെ കർത്താവ് യേശു ക്രിസ്തുവിടെ കാണിച്ച ഉടനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു മുറിവ് പറ്റിയാൽ, ഒരു വേദന വന്നാൽ, ഒരു നിന്ന വന്നാൽ ആ നിമിഷം തന്നെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മൾ എത്ര പേരുണ്ട് അങ്ങനെ? ഞാൻ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞ വചനം എന്നെ വല്ലാണ്ട് അവിടെ എടുത്തിട്ട് ഞാൻ പറയാം, കർത്താവിന്റെ മേശയും കൂടെ മുമ്പിലുണ്ട്. അപ്പൊ എഴുന്നേറ്റ് കരം നീട്ടാനായിട്ട് തന്നെ മടിയായിട്ട് കുറെ നേരം കൊണ്ട് അവിടെ കുഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, കാരണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വചനം കീറി കുത്തുമ്പോൾ അവിടെ പറയുന്ന കുത്ത്, പത്രോസിന്റെ വചനം കേട്ടപ്പോൾ അവിടെ കൂടി ഇരുന്നവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, അല്ലേ? കുത്താനല്ല വചനം ഉപയോഗിക്കേണ്ട, പക്ഷേ കുത്തു കൊള്ളണം വചനം. യഥാർത്ഥ വചനം പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ കുത്തണം.
കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്നും കൂടെ ഹാലയില് അതിനെ ഒന്നും കൂടെ ശോധന ചെയ്യാൻ നമുക്ക് കഴിയണം. ഹാലേ, അപ്പൊ ഹൃദയത്തെ കുത്തുകൊണ്ട് പത്രോസിനോട് ചോദിച്ചു, രക്ഷിക്കപ്പെടുക ഞങ്ങൾ എന്ത് ചെയ്യണം? ഹാലേ, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കുത്ത് വന്നു കഴിയുമ്പോഴത്തേന് ഹാലേ, അത് വെച്ചിട്ട് മൈൻഡ് ചെയ്യാതെ പോരുകയല്ല ചെയ്യണ്ടേ. ഹാലയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ആണോ? നമ്മൾ അവിടെ എവിടം വരെ എത്തി? നമുക്കിത് പറ്റുന്നുണ്ടോ? നമുക്കിത് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഹാലയിലുയ. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം ഹാലയിലെ ഒത്തിരി വചന റെഫറൻസ് ഒക്കെ പാസ്റ്റർ പറഞ്ഞു, പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല ഹാലയിലെ. കാരണം വെച്ച് കഴിഞ്ഞാല് എന്നെ ടച്ച് ചെയ്ത ഈ ഒരു വേർഡ് ഇവിടെ ഇരിക്കുന്നവരും ഇതിന് ശേഷം എന്റെ ശബ്ദം കേൾക്കുന്നവരെയും ഹൃദയത്തിൽ നിന്ന് ടച്ച് ചെയ്യണം. കാരണം നമ്മളോട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എപ്പോൾ അവരോട് ക്ഷമിക്കുന്നു. ഞങ്ങൾ ക്ഷമിച്ചു സിസ്റ്ററെ. എപ്പോൾ ക്ഷമിച്ചു? ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഒരു മാസം കഴിഞ്ഞിട്ട്, അല്ലെ ഒരു ദിവസം കഴിഞ്ഞിട്ട്. ഹാലയില്. അപ്പോൾ പക്ഷെ അവിടെയല്ല അങ്ങനെയല്ല നമ്മൾ ക്ഷമിക്കേണ്ടത്. ആ നമ്മളെ കുത്തുന്ന സമയം തന്നെ ഹാലയില്, നമ്മളെ വേദനിപ്പിക്കുന്ന സമയം തന്നെ, ആ നിമിഷം തന്നെ ഹാലയില്, ആ വേദനയെ ഹാലയില് നമ്മൾ അവരെ ചെയ്തതിന് നമ്മൾ ക്ഷമിക്കാനും അവരോട് ഹാലയില് നമുക്ക് ആ ദൈവ സ്നേഹത്തോടു കൂടി ഹാലയില് അവരെ സ്നേഹിക്കാനും കഴിയണം. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാ? ഇങ്ങോട്ട് ചിരിച്ച അങ്ങോട്ട് ചിരിക്കും, ഇങ്ങോട്ട് എന്തെങ്കിലും തന്നാൽ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് ദൈവസ്നേഹം. അല്ല. ദാറ്റ്സ് ലവ് ഈസ് കോൾഡ് അഗാപ്പെ എന്ന് പറയുമ്പം ദാറ്റ്സ് അൺകണ്ടീഷണൽ ലവ്. ഹാലയില്ല. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ദ്രോഹികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ പുരുഷനെ ശത്രുവായി ജീവിച്ചപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച സ്നേഹം. ഹാലേലിയ. നമ്മൾ എന്ത് ചെയ്താലും ഇന്നും നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. ഹാലേലിയ. കാരണം നമ്മളിലേക്ക് പ്രവൃത്തി കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട് പലപ്പോഴും ദൈവത്തെ ഹാലേലിയ മറന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദൈവം ഇന്നും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കാരണം ആ സ്നേഹം ഒരിക്കലും മാറാത്ത സ്നേഹമാണ്. നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഇന്നലെ അൻമോൾ ഇന്ന് പ്രാർത്ഥിക്കും പറയുന്നത്, അപ്പൊ യേശപ്പച്ച യേശപ്പച്ചൻ പറയുന്ന പോലെ അങ്ങ് നല്ല കുഞ്ഞൊന്നും അല്ല. അപ്പൊ എന്നിട്ട് യേശപ്പച്ചന്റെ എന്നോടുള്ള ഫെയ്ത്ത്ഫുൾനെസ് ഭയങ്കര. കാരണം എന്താ? ദൈവത്തിന്റെ വിശ്വസ്ത ദൈവത്തിന്റെ സ്വഭാവമാണെന്നേ. അത് മാറ്റാൻ ദൈവത്തിന് പറ്റത്തില്ല, അല്ലേ? നമ്മളിപ്പോ അൺഫെയ്ത്ത്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ അല്ലാതാകുന്നെന്ന് വിചാരിച്ചിട്ട് ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് ഒരിക്കലും മാറുന്നില്ല. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരാ, പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കുന്നു, പക്ഷെ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നമ്മൾ മറക്കുന്നില്ല. ദൈവസ്നേഹം ഒരിക്കലും കുറയുന്നില്ല. ദൈവം എപ്പോഴും ഏത് അവസ്ഥയിലും നമ്മൾ എത്ര കഷ്ടതയിൽ കിടക്കും, എത്ര രോഗത്തിൽ കിടക്കും, എത്ര പാവത്തിൽ കിടക്കും, എത്ര പാരത്തിൽ കിടക്കും, ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം നമ്മളെ ഒരിക്കലും വെറുക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാറുണ്ട്, പക്ഷെ അത് വെറുപ്പ് കൊണ്ടല്ല, ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ കൊണ്ട്. നമ്മളെ ചില ടെസ്റ്റിലൂടെ ട്രയൽസിലൂടെ ഒക്കെ ദൈവം അനുവദിച്ചു കൊടുക്കുന്നു പോകാനായിട്ട്. കാരണം പക്ഷെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ശിക്ഷയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇപ്പോഴല്ല. ഹല്ലേലൂയ. എവിടെ ചെന്ന് നിൽക്കുമ്പോഴാ? എല്ലാവരും ഭൂമിയിൽ ജനിച്ച സകലരും ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ട ഒരു ദിവസം വരും. അവിടെയാണ് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും വെച്ചിട്ട് പക്ഷെ അതുവരെ നമുക്ക് മനസാന്തരപ്പെടാം. അതുവരെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലാൻ ഒരു അവസരം തരുന്നത്. അപ്പൊ ദൈവം ഇപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്നില്ല, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, വചനം വായിക്കാതിരിക്കുമ്പോൾ സ്നേഹിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകാതിരിക്കുമ്പോൾ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്താലും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ മറ്റൊരാൾ ഇടയ്ക്ക് വന്ന് കയറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം കുറഞ്ഞിട്ടല്ല, ആ ദൈവസ്നേഹം നമ്മളിലുണ്ടാണ്. നമ്മളെ വഴക്ക് പറയുമ്പോഴും, നമ്മളെ ദുഷിക്കുമ്പോഴും, നമ്മളെ നിന്ദിക്കുമ്പോഴും, നമ്മളെ പരിഹസിക്കുമ്പോഴും എല്ലാം നമ്മുടെ സ്നേഹത്തിനൊരു മാറ്റം വരില്ല മറ്റുള്ളവരോട്. സാധിക്കുമോ? ഇത്തിരി പ്രയാസം അല്ലേ? ഹലോ, സാധിക്കോ സാറാമ്മ സിസ്റ്റർ? സാധിക്കണം. നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കിത് സാധിക്കണം. ഉടനെ തന്നെ ക്ഷമിക്കാനും അവരെ അധികം അതുപോലെ ദൈവസ്നേഹത്തെ ആ നേരത്തെ നമ്മൾ സ്നേഹിച്ചതിനെക്കാട്ടി അധികമായിട്ടൊന്ന് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമ്മൾ പറയുന്ന പോലെ ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരത്തുള്ളൂ.
ആമീൻ. ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ഒരു വാക്യമാണ് ഹല്ലേലൂയ എന്നെ തൊട്ടത്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തെന്റെ കാര്യം. ഹല്ലേലൂയ. എനിക്കത് ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തെ കുത്തി. ഉടനെ അവിടെ നിന്ന് അവന്റെ വിലാപ്പുറത്തോടെ കണ്ട പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ. എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പോൾ നല്ല കുത്തു കൊള്ളുന്ന നിമിഷം തന്നെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ. മറ്റുള്ളവർ നമ്മളെ കുത്തുമ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് ഉടനെ തന്നെ അവരോട് ക്ഷമിക്കാനും ഹല്ലേലൂയ അവരെ സ്നേഹിക്കാനും ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ ദൈവസ്നേഹവും ആമീൻ ദൈവം ക്ഷമിച്ചതുപോലെ ആമീൻ പാപക്ഷമയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതെപ്പോൾ ഉടനെ ഉണ്ടാകണം. പിന്നത്തേക്കല്ല, കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഹല്ലേലൂയ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുമല്ല. ഉടനെ തന്നെ ഹല്ലേലൂയ അവിടെ ആ നിമിഷം നമ്മൾ അവിടെ ഇരുന്ന് ഹല്ലേലൂയ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കർത്താവേ ക്ഷമിക്കാനുള്ള കൃപ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അവരോട് ക്ഷമിച്ച് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.